ഹലോ, അപ്പൊ ഇന്ന് ഡേ 10 ആണ്. ഇന്ന് ആകെ മൊത്തം ഒരു ലേസി ഡേ ആയിരുന്നേ. ഫുഡ് കഴിയാൻ ഭയങ്കര കുറവാണ് കഴിച്ചത്. ഞാൻ ഇവിടെ ഒരു കാര്യം പറയാം. നമ്മുടെ മൈൻഡ് സെറ്റും വെയിറ്റ് ഗെയിനിങ്ങിലും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഒരു ദിവസം നിങ്ങൾക്ക് ഞാൻ 3 ടൈംസ് മീലേ എടുത്തുള്ളൂ, അല്ലാതെ എക്സ്ട്രാ ആയിട്ട് വേറെ ഒന്നും എടുത്തില്ല. അപ്പൊ എങ്ങനെ ഈ ഒരു ദിവസമോ 2 ദിവസമൊക്കെ ഇങ്ങനെ കുറച്ച് കമ്മിയായി കഴിക്കുന്ന സമയത്ത് അയ്യോ എന്റെ വെയിറ്റ് കമ്മിയാവും, അയ്യോ എന്റെ വെയിറ്റ് കമ്മിയാവുന്നതുകൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തായാലും അത് വെയിറ്റ് കമ്മിയാവത്തേ ഉള്ളൂ. അതേസമയം ഒരു ദിവസം 2 ദിവസം എന്തെങ്കിലും കാരണം ട്രാവലിംഗ് ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും ഒരു കഴിക്കാൻ പറ്റാത്ത പോലെ എന്തെങ്കിലും കൊണ്ട് കഴിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് ബാലൻസ് ഉള്ള ഡേയ്സിൽ കവർ ചെയ്ത് കഴിക്കുക എന്നല്ലത്. ഞാൻ ഒന്നും കഴിക്കാതിരുന്നിട്ടില്ല. ഇന്ന് 3 ടൈംസ് മീൽ എടുത്തു. അതിനകത്ത് പ്രോട്ടീനും കരളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്മൂത്തി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് എപ്പോഴും ഞാൻ കഴിക്കുന്ന പോലെ ചിലപ്പോൾ 2500 ആ ലെവലിൽ ഒരു കലോറി ലെവൽ കഴിക്കാൻ പറ്റിയിട്ടുണ്ടാവണമെന്നില്ല. അപ്പൊ അങ്ങനെ ആവണ സമയത്ത് നമ്മൾ തന്നെ അയ്യോ 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 എന്നിട്ട് വെറീഡ് ആയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് എന്തായാലും വെയിറ്റ് കമ്മിയാക്കാനുള്ള ഒരു കാരണമാണ്. സോ വെയിറ്റ് ഗെയിനിങ്ങിലാണെങ്കിലും മൈൻഡ് സെറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ബാക്കി എന്തൊരു കാര്യത്തിൽ പോലെ തന്നെ, അതായത് അയ്യോ ഞാൻ എന്തായാലും തടി വെക്കില്ല, ഞാൻ തടി വെക്കില്ല, അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഓരോ ഫുഡ് കഴിക്കണേ. അല്ലെങ്കിൽ ഇതുവരെ ഞാൻ ഇത്രയും കഴിച്ചിട്ട് വെച്ചിട്ടില്ല, അങ്ങനെ വെക്കില്ല വെക്കില്ല എന്നുള്ള ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും വർക്ക്ഔട്ട് ചെയ്യുന്നതായിക്കോട്ടെ, ഫുഡ് കഴിക്കുന്നതായിക്കോട്ടെ, നിങ്ങൾ ദേഹത്തത് കാണില്ല. സോ ഇത്രയും കാലം നിങ്ങൾ എങ്ങനെയാണ് ചെയ്ത് എനിക്ക് അറിയില്ല. ബട്ട് ഇനി അങ്ങോട്ട് ഫുഡ് കഴിക്കുമ്പോഴായിക്കോട്ടെ, വർക്ക്ഔട്ട് ചെയ്യുമ്പോഴായിക്കോട്ടെ, നിങ്ങളുടെ പഴയ ഒരു പാസ്റ്റിലുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ ആവുന്നതുകൊണ്ട് ജഡ്ജ് ചെയ്ത് ചെയ്യാതിരിക്കുക. ഇനി അങ്ങോട്ടേക്ക് വെയിറ്റ് ഗെയിൻ ആവും. ഞാൻ ഫുഡ് കഴിച്ചു, ഞാൻ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് ഞാൻ ചെയ്യാന്നുണ്ടെങ്കിൽ എന്തായാലും എന്റെ വെയിറ്റ് ഗെയിൻ ആവും. ആ ഒരു ഫെയ്ത്തോടു കൂടി മുന്നോട്ട് പോകാൻ നോക്കുക. മിനിമം 3 ലിറ്റർ വെള്ളം എന്തായാലും കുടിക്കണം. ഹീസ് മൈ ജിം പാർട്ട്ണർ. താങ്ക് യു. പിന്നെ രാത്രി ഞാൻ ഈ സ്മൂത്തി കൂടി കുടിച്ചിട്ട് ആ ഒരു ഡേ വൈൻഡപ്പ് ചെയ്തു.